ദർശനത്തിൻ്റെ മുൻപിൽ ആ രംഗം കൊണ്ടുവരുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ആ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും മടയനായിട്ട് അവൻ അപമാനിക്കപ്പെട്ട് നിന്ദിതനായിട്ട് അവിടെ തലകുനിച്ച് നിൽക്കേണ്ടി വരും. കാരണം ഈ ഗൂഢാലോചനകളെല്ലാം കർത്താവ് അവിടെ എന്ത് ചെയ്യും? അങ്ങ് വെളിപ്പെടുത്തും. കാരണം ചട്ടപ്രകാരം ആയിരുന്നില്ല അത്. ചട്ടപ്രകാരത്തിന് വ്യവസ്ഥകൾ വേറെയാണ്. ദൈവം അങ്ങനെ ഒരു വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് അതിനുള്ള അഭിഷേകം നൽകിയിട്ടുണ്ടെങ്കിൽ, നിലവിലുള്ള നിൽക്കുന്ന ഒരു സഭയെ പിളർത്തി ഒരു കൂട്ടത്തെ കൊണ്ടുപോകുന്നതല്ല. അവൻ അഭിഷേകത്തോട് ഒരു പുതിയ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു, അവിടെ പ്രവർത്തിക്കുന്നു, അവിടെ ആത്മാക്കൾ വരുന്നു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. ഇന്ന് ലോകം മുഴുവൻ ഇതല്ലേ നമ്മൾ കാണുന്നത്. എന്നൊരു സംഭവം നിങ്ങളോട് പറയാം. ഈ പാസ്റ്റേഴ്സ് കൂടുതലുള്ള സമയത്താണ് ഇതൊക്കെ ഞങ്ങൾക്ക് പറയാം. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് സഭാശുശ്രൂഷകനായി പ്രവർത്തിക്കുകയാണ്. എനിക്ക് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകണം. പക്ഷേ എന്നെക്കുറിച്ചൊരു തെറ്റായ ധാരണ ആ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ചെന്ന ആളിന് ആരിൽ നിന്നോ കേട്ടത് മുഖാന്തരം യോഗം ഉദ്ഘാടനം ചെയ്തിട്ട് യോഗത്തിൻ്റെ സംഘാടകരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയുള്ളവനെ പോലുള്ളവനെയൊക്കെയാണോ നിങ്ങൾ പ്രസംഗിപ്പിക്കേണ്ടത്? അവനെ പ്രസംഗിപ്പിക്കാൻ പാടില്ല, അവനതാണിതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എനിക്കവരൊരു കത്ത് കൊടുത്തുവിട്ട് നിങ്ങളിവിടെ പ്രസംഗിക്കേണ്ട. എനിക്ക് വലിയ വേദനയുണ്ടായി. ഞാൻ ന്യായീകരിക്കാൻ പോയില്ല. ഞാനങ്ങനെ ന്യായീകരിക്കാൻ പോകാറുമില്ല. എൻ്റെ ആവശ്യമില്ലല്ലോ. മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ നല്ലവനായിട്ട് കാണിച്ചിട്ട് എന്നാ കാര്യം? ദൈവം നമ്മളെ തള്ളിയാൽ നമുക്ക് നിൽക്കാനൊക്കെയില്ല. ദൈവം നമ്മളെ തള്ളിയില്ലെങ്കിൽ നമ്മൾ നിന്നിരിക്കും. അപ്പോൾ പക്ഷേ എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് വേദനപ്പെട്ടു. അന്ന് ഇന്ത്യയിലുള്ളൊരു വലിയ നേതാവാണിത് ചെന്ന് പറഞ്ഞത്. അന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ നേതാവ്. അദ്ദേഹം വേറെ ആളിൽ നിന്ന് കേട്ട കാരണം ഇത്രയേ ഉള്ളൂ. ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ വളരെ ഇമ്മോറലായിരുന്നു. അയാളുടെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയിൽ അയാൾക്കൊരു കുട്ടിയുണ്ടായി. ഞാൻ അയാളെ പുറത്താക്കി. അയാൾ പറഞ്ഞു കൊടുത്തു. അയാൾ ഈ നേതാവിനെ വിളിച്ച് ഭക്ഷണവും കൊടുത്ത് കുറച്ച് കാശും കൊടുത്തിട്ട് എന്നെക്കുറിച്ചൊരു നുണ പറഞ്ഞു. അത് ആ നേതാവ് വിശ്വസിച്ചു. അത്രേ ഉള്ളൂ. സത്യം എവിടെ കിടക്കുന്നു? കാര്യം എടുക്കും. അങ്ങനെ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയാതെ ഞാനിങ്ങനെ വേദനയായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാഴ്സനേജൊക്കെ അങ്ങോട്ട് അടച്ചു, ഹോളിൻ്റെ വാതിലെല്ലാം അടച്ചു. അങ്ങനെയുള്ള സമയത്ത് ഞാനതാണ് ചെയ്യുന്നത്. എന്നെ വിളിച്ച ദൈവത്തെ എനിക്കറിയാം. ആ ദൈവം എന്ത് ചെയ്യുമെന്നും എനിക്കറിയാം. ഞാനിങ്ങനെ എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സങ്ങ് വേദന. അപ്പോൾ എനിക്കൊരുള്ളിലൊരു ഭീതി ഉണ്ടായി. ഇവരൊക്കെ എതിർത്താൽ, ഇവരൊക്കെ ഇത് പറഞ്ഞു നടന്നാൽ പിന്നെ എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കും. പിന്നെ എന്നെ ആരും പ്രസംഗത്തിന് വിളിക്കുകയില്ല. എന്നെ ശുശ്രൂഷ തീരുകയാണെന്നൊക്കെ സാത്താൻ്റെ മനസ്സിൽ പറയുന്ന പോലെ തോന്നി. എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയും, എനിക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഞാനിങ്ങനെ ഭിത്തിയിൽ പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ, കർത്താവേ, ഹൈന്ദവ മാർഗത്തിൽ നീ എന്നെ വിളിച്ചു വേർതിരിച്ചു. എൻ്റെ ഇല്ലായ്മയിൽ, ഒന്നുമില്ലായ്മയിൽ, വഴിയോരങ്ങളിൽ പച്ചവെള്ളവും കുടിച്ച് മൈലുകൾ നടന്ന സന്ദർഭത്തിൽ ഇവരെ ആരെയും ഞാൻ കണ്ടില്ല. ഒരു കൈത്താങ്ങൽ നൽകുവാൻ, ഒന്ന് കരം പിടിച്ചുയർത്തുവാൻ, ഒരു സ്നേഹത്തിൻ്റെ വാക്ക് പറയുവാൻ. എന്നാൽ ഇപ്പോൾ സ്റ്റേജുകളൊക്കെ അവിടെ ഇവിടെയായി കിട്ടാൻ തുടങ്ങിയപ്പോൾ കഴുകന്മാരെ പോലെ ഇവരൊക്കെ കൊത്തുവാൻ വരികയാണല്ലോ കർത്താവ്. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു എയർ കണ്ടീഷൻ അനുഭവം അവിടെ ഉണ്ടായി. തണുപ്പിൻ്റെ ഒരു അനുഭവം. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിനോട് സംസാരിക്കാൻ പോവുകയാണ്. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, മകനെ, നീ ഭയപ്പെടുന്നവർക്ക് വളരെ പരിമിതമായൊരു മേഖലയിൽ മാത്രമേ നിന്നെ ഒതുക്കാൻ കഴിയൂ. എനിക്ക് നിന്നെ ഭൂമിയുടെ അറ്റത്ത് വിടാൻ കഴിയും. എനിക്കാണ് ഭൂമിയുടെ മുഴുവൻ അധികാരം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എൻ്റെ നിരാശകളെല്ലാം മാറി. ദൈവം പിന്നെ അതൊത്തിരി അനുഗ്രഹമാക്കി കേട്ടോ. ഞാൻ ഭൂമിയുടെ അറ്റത്ത് ന്യൂസിലൻഡിൽ യേശുവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അതിനുശേഷം പിന്നെ മനുഷ്യവാസമുള്ള രാജ്യങ്ങളില്ല, അതിനപ്പുറം പിന്നെ രാജ്യങ്ങളില്ല. അവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർത്തു, കർത്താവിനോട് പറഞ്ഞു, മാനെ, എനിക്ക് നിന്നെ ഭൂമിയുടെ അറ്റം വരെയും വിടാൻ കഴിയും. പിന്നീട് അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി കേട്ടോ. പിന്നെ അവരെന്നെ വിളിച്ച് പ്രസംഗിപ്പിക്കാൻ ഞാൻ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ സന്ദർഭത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അവിടെയുള്ള വിശ്വാസികൾ, അതിനടുത്ത ഒരു സ്ഥലത്ത് ഞാനും പാസ്റ്ററാണ്, എനിക്കും അവിടെ ഒരു സഭാശുശ്രൂഷയുണ്ട്. ഞാൻ ഈ പ്രസംഗിക്കേണ്ട ഞാൻ ഒരു പെന്തക്കോസ്ത് സമൂഹമാണെങ്കിലും ഞാൻ ഉൾപ്പെട്ട സമൂഹത്തിലെ സഭയല്ല. പക്ഷേ അവിടെയുള്ള വിശ്വാസികൾക്ക് വലിയ ദുഃഖമുണ്ടായി.
എന്നെ ക്രൂശിക്കുകയായിരുന്നു എന്നവർക്ക് മനസ്സിലായി. ഭയങ്കരം, അതെല്ലാം ദൈവം നന്മയാക്കിയ ഒത്തിരി കഥയുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വലിയ ദുഃഖമുണ്ട്. അതിലൊരു കൂട്ടം ആൾക്കാർ അവിടെ വിട്ട് എന്നോടൊപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ വരാനങ്ങ് തയ്യാറായി. അപ്പോൾ ഇതൊരു നല്ല അവസരമാണ്, സ്വത്രകാഴ്ച കൂടുതൽ കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ കരുതിയില്ല. എനിക്കങ്ങനെ എഴുതിയ ആ പാസ്റ്റർ അറിയാതെ, ആ സഭ അറിയാതെ ഞാൻ അവരെ അടുത്തിരുത്തി ഇങ്ങനെ പറഞ്ഞു, ദൈവദാസന്മാർക്ക് തെറ്റിദ്ധാരണകളുണ്ടാകാം, എനിക്കും തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ട്, എന്നെ അവരങ്ങനെ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ടാണ് അവരങ്ങനെ എഴുതിയത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സ്പ്ലിറ്റായി കുറേ പേർ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എനിക്ക് സന്തോഷമാണെങ്കിലും അത് യേശുവിൻ്റെ സഭയാണ് മുറിക്കുന്നത്. കാരണം കർത്താവിൻ്റെ സഭ അദ്ദേഹത്തിൻ്റേതല്ല, യേശുവിൻ്റേതാണ്. യേശു ഒരു ദോഷവും ചെയ്തിട്ടില്ല, യേശു ഒരു മോശമായ കത്തും എഴുതിയിട്ടില്ല. ആ പാസ്റ്ററാണ് ഇത് ചെയ്തത്. ആ പാസ്റ്റർക്ക് സഭയില്ല, യേശുവിന് സഭയേ ഉള്ളൂ. അതിനെയും കാര്യം പറഞ്ഞ് മുറിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ചങ്ക് മുറിക്കുകയാണ്. നിങ്ങളത് ചെയ്യരുത്. ഇതാ പാസ്റ്റർ അറിഞ്ഞില്ല, ആ സഭ അറിഞ്ഞില്ല, ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം ഇത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരും. അന്ന് ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരുമ്പോൾ ആ പാസ്റ്റർക്ക് എന്നോടുള്ള ബഹുമാനം വർദ്ധിക്കുകയല്ലേ അവിടെ വെച്ച്. അതുപോലെ എനിക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചട്ടപ്രകാരമാണോ, ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ എന്ന് നമ്മൾക്കറിയാം. അല്ലെങ്കിൽ 60 വർഷം 70 വർഷം നമുക്ക് നേടാമെങ്കിലും നമ്മൾ അവസാനം എല്ലാവരുടെയും മുൻപിൽ നമ്മൾ ലജ്ജിക്കേണ്ടി വരും. ഈ വചനങ്ങൾ പലപ്പോഴും പലരും അറിയുന്നില്ലേ ദൈവമേ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. എന്തെല്ലാം തന്ത്രങ്ങൾ, എന്തെല്ലാം അടവുകൾ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്ത്യ വിശ്വാസത്തിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യം യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ എൻ്റെ രക്ഷിക്കപ്പെടാത്ത അമ്മ, ഹിന്ദുവായ എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ ഇരുത്തിയിട്ട് എന്നോട് ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. മോനെ, നീ ആരെയും വഞ്ചിക്കരുത്, അനീതിപരമായി പണം സമ്പാദിക്കരുത്, ആരുടെയും ശാപം ഉണ്ടാകരുത്, ആരെയും ചതിക്കരുത്. ഇതൊക്കെ രക്ഷിക്കപ്പെടാത്ത എൻ്റെ അമ്മ. അതുപോലെ തന്നെ നീ വിവാഹം കഴിക്കുമ്പോൾ പണം നോക്കി വിവാഹം കഴിക്കരുത്, പണമെല്ലാം വളരെ നിസ്സാരമാണ് എന്നെൻ്റെ അമ്മ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ രക്ഷിക്കപ്പെടാതിരുന്ന ഒരു ഗോപാലകൃഷ്ണനായ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് 30 വർഷം ഞാൻ പാസ്റ്ററാണ്. അപ്പോഴേ ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ ഇടപെടേണ്ട വന്നിട്ടുണ്ട്. അതിലിടപെടേണ്ട സമയത്തൊക്കെ ചില വിവാഹാലോചനയുടെ സമയമൊക്കെ വരുമ്പോൾ പൈസയ്ക്ക് വേണ്ടി ഓരോരുത്തർ ഈ തലകുത്തി നിന്ന് അന്യഭാഷ പറയുന്ന പുള്ളികളൊക്കെ കാശിൻ്റെ കാര്യത്തിൽ ഞാൻ ഓർക്കും, ഞാൻ എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ഇതൊക്കെ എന്നെ ഇനമാണെന്ന് ഓർത്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെ പോകുമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ വഴക്കുകൾ, ദൈവമേ, കസേരയൊക്കെ ആയിട്ട് അങ്ങ് ചിലങ്ങ് നിൽക്കുകയല്ലേ അടിക്കാൻ. ഇതൊക്കെ എങ്ങനെ കഴിയും? ഇലക്ഷൻ സമയത്തൊക്കെ ഇറക്കുന്ന നോട്ടീസുകൾ സ്വർഗം തരിച്ചു കിടന്നാൽ ഇവരൊന്നും പോകുകയില്ല. ഇതൊക്കെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ടില്ല ദൈവമേ, ഞാൻ ഓർക്കാറുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ ഇതൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. എന്തെല്ലാം അടവുകൾ, എന്തെല്ലാം തന്ത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. കാരണം ഒരു നരകം മാത്രമല്ലോ അവർക്കുള്ളൂ എന്ന് ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ്. എല്ലാം ചട്ടപ്രകാരമായിരിക്കണം. മനുഷ്യൻ അംഗീകരിച്ചാലും മനുഷ്യൻ അറിഞ്ഞാലും മനുഷ്യൻ സ്വീകരിച്ചാലും മനുഷ്യനില്ലെങ്കിലും ഒരു നാളിൽ ഞാൻ മരിക്കും, ഒരു നാളിൽ കർത്താവ് വരും, ഒരു നാളിൽ ഞാൻ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കും, എൻ്റെ ജീവിതമെല്ലാം അവിടെ വെളിപ്പെടുത്തും, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചട്ടപ്രകാരമാണോ എന്ന് കർത്താവ് വെളിപ്പെടുത്തും. അത് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾ എത്രയോ അനുഗ്രഹമായി തീരും. ഇനി ചട്ടപ്രകാരം സമയം നിങ്ങളുടെ തീരുകയാണ്, ഞാനിനി അത് ദീർഘിപ്പിക്കുന്നില്ല. ചട്ടപ്രകാരം ഓടിയതാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ, മനസ്സിലാകാൻ ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത് ലേഖനം 1 കൊരിന്ത്യർ 3:10 മുതൽ 15 വരെ ഒന്ന് വായിക്കാം. നമുക്ക് എന്നിട്ട് ആ ഭാഗം നമുക്കങ്ങ് നിർത്താം.